തൂലിക എഴുതി വെച്ച കലശാസ്ത്രമാണ്, എഴുതി വെച്ച കലശാസ്ത്രമാണ്. അതിനൊരാമുഖമാകുവാൻ ഭരതക്ഷേത്രയൊരുങ്ങുകയായി. നമസ്കാരം വേണു. നമസ്കാരം. നാടക നൃത്ത രംഗത്ത് 37 വർഷമായി ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന വേണുവാണ് ഇന്ന് സാക്ഷിയോടൊപ്പമുള്ളത്. വേണുവിൻ്റെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ സാക്ഷിയുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു. നമസ്തേ. 37 വർഷത്തെ കലാരംഗത്ത് തന്നെ എൻ്റെ കൂലിവേലയും അതിനിടയ്ക്ക് കലാരംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനുഭവം അതുകൊണ്ട് തന്നെയാണ്, കലാരംഗം കൊണ്ട് തന്നെയാണ് ഉപജീവനം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുകയും പിന്നെ നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ ആൾക്കാരുടെ പ്രോത്സാഹനം കൊണ്ട് കല കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ തെളിയിച്ചു. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, കല കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മറ്റൊരു അനാവശ്യ രീതിയിൽ പോവാതിരുന്നാൽ ഏതൊരു കലയായാലും, അതിപ്പോൾ നൃത്തനാടകം തന്നെ ആവണമെന്നില്ല, പാട്ടായാലോ നാടകമായാലും ഗാനമേള ആയാലും അത് മറ്റ് രീതിയിൽ പോരാ. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, മദ്യവും പെണ്ണും ഉണ്ടെങ്കിൽ അത് നശിക്കുമെന്നുള്ളത് പരമാർത്ഥം തന്നെയാണ്. ഇത് രണ്ടും ഈ കലാരംഗത്ത് ഒഴിച്ചുകൂടാത്ത സാധനമാണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 37 വർഷം ഇന്നും എൻ്റെ നാട്ടുകാരുടെ പ്രോത്സാഹനവും ഒക്കെ കൊണ്ട് ഇനി എനിക്ക് പുതിയ തലമുറ, അതായത് ഇനി വരുന്ന പിള്ളേർ ഈ നൃത്തനാടകത്തിൽ നൃത്തം കുട്ടിക്കാലത്ത് പഠിക്കും, അത് കഴിഞ്ഞ് സ്കൂൾ കോമ്പറ്റീഷനൊക്കെ കഴിയും. പിന്നെ അവരുടെ ചിന്ത സിനിമ, സീരിയൽ ഇങ്ങനൊരു ചിന്തയാണ്. അതിൽ നൃത്തനാടകത്തിലേക്കോ അല്ലെങ്കിൽ നാടകങ്ങളിലേക്കോ ഈ പറയുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് നാടക സമിതികളുടെ മോലാളിമാർക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. സീരിയൽ, സിനിമ, അങ്ങനെ ഏത് മേഖലയിൽ പറയാലും കുട്ടികളെ നമ്മുടെ രക്ഷകർത്താക്കൾ പോലും വിടാൻ ആഗ്രഹിക്കുന്നു. എന്നാന്ന് ചോദിക്കും, അതിൽ പോകുന്നതിലും ഈ പറഞ്ഞ രീതിയിലുണ്ടെങ്കിൽ അതും നശിക്കും, അല്ലെങ്കിൽ നശിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിലനിർത്തി പോവുകയും ചെയ്യാം. വേണു ഈ 37 വർഷം ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഒരുപാട് കലാസമിതികളിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ കലാരംഗം ഒരു പ്രതിജ്ഞയായിട്ട് എടുത്തതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രൊഫഷണലായിട്ട് പോകണമെന്നുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനും കൂടെ ആയിരുന്നു. പൊതുപ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇതറിയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആ രംഗത്ത് ഒരുപാട് കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു കലാരംഗം തന്നെയാണ്. ഇന്നിപ്പോൾ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും നിൽക്കുന്നവരെ നമ്മുടെ പൊതുസമൂഹം കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏതാണ്ട് ഒരു 14-15 സമിതികളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന സമിതിയിൽ 14 വർഷമായി. എൻ്റെ ഒരു കുടുംബ സമിതി പോലെയാണ്. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ അമ്മയും ഒക്കെ അതിൽ പോകുന്നതിനോട് വളരെ താല്പര്യമായിട്ട് വരുന്നുണ്ട്. കാരണം ഒരു കുടുംബം പോലെയാണ് ആ സമിതി. ഈ നാട്ടിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഈ കലാരംഗത്ത് നിന്ന വേണുവിന് വേണ്ടുന്ന ഒരു പരിഗണന സമൂഹം തന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സാധാരണ നമ്മുടെ ചടയമംഗലം കേന്ദ്രീ എൻ്റെ പേര് അറിയപ്പെടുന്ന എൻ്റെ നാട്ടിൻ്റെ പേര് വെച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്, ചടയമംഗലം വേണുഗോപാലൻ. ആ ചടയമംഗലം വേണുഗോപാൽ ഇന്ന് നൃത്തനാടക രംഗത്ത് ആയാലും നാടകരംഗത്തായാലും അറിയപ്പെടുന്ന ഒരാളാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു കാര്യം, എന്നെ ഓരോരുത്തർ വന്ന് പരിചയപ്പെടുമ്പോഴും അല്ലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എവിടെ സ്ഥലമെന്ന് ചോദിക്കുമ്പം ചടയമംഗലം എന്ന് പറയുമ്പോൾ അവിടെ അവർ തന്നെ ഇങ്ങോട്ട് പറയും ജഡായുമംഗലം അല്ലേ, ആ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജഡായുമംഗലം അല്ലേ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ കലാജീവിതവും കുടുംബജീവിതവും കൂട്ടിയിണക്കി കൊണ്ടുപോകുമ്പോൾ സംഘർഷപരമായോ അതിലെ മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്? ഒരിക്കലുമില്ല. എൻ്റെ അമ്മയാണ് എനിക്കെല്ലാം. കാര്യം അമ്മയാണ് ഇതിന് പ്രചോദനം തന്നത്. എൻ്റെ ഭാര്യ ഇതിൽ 100% സപ്പോർട്ട്. എൻ്റെ 2 മക്കൾ 100% സപ്പോർട്ട്. എൻ്റെ സഹോദരങ്ങൾ 100% സപ്പോർട്ട്. അതുകൊണ്ട് എനിക്ക്
ഞാൻ ഒരു ദിവസം പോലും പ്രോഗ്രാമിന് പോകാതിരുന്ന പോലും അവരിങ്ങോട്ട് ചോദിക്കുന്നു പ്രോഗ്രാം ഇല്ലേ എന്ന്. സന്തോഷം തന്നെയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കാര്യം എൻ്റെ കുടുംബത്ത് ഞാനൊരു വിഷയങ്ങളോ അല്ലെങ്കിൽ ഈ കലാരംഗത്ത് പോയിട്ട് വന്ന് ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാലൻസ് ഈ പറഞ്ഞ മദ്യം മറ്റേത് ഞാൻ കലാരംഗത്ത് നിൽക്കുമ്പം തന്നെയാണ് വിവാഹം കഴിച്ചത്. അതും കലാരംഗത്ത് നിന്നുള്ള ഒരു വേണ്ട എന്നുള്ള ഒരു പൂർണ്ണ ഇതിലായിട്ടാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചത്. അതിൻ്റെ കലാരംഗത്തും അല്ല. അന്നും ഞാൻ പരിപാടിക്കൊക്കെ പോവും, മുടിയൊക്കെ വളർത്തി ഇതിനൊക്കെ പോകുമ്പോഴും അവർ പറയുക ഒരു വർഷമേ ഞാൻ ആ സമയത്ത് പരിപാടിക്ക് പോകാതിരുന്നു. ഇപ്പോൾ പൂർണ്ണ സപ്പോർട്ട്, ഭാര്യയുടെ സപ്പോർട്ടായാലും മക്കളുടെ സപ്പോർട്ടായാലും സപ്പോർട്ട് തന്നെയാണ്. അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വീട് മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഇതേവരെ ഇല്ല. ഈ കലാരംഗത്ത് പുതുതായി കടന്നു വരുന്ന അല്ലെ പുതുതായി കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് എന്താണ് വേണുവിന് പറയാനുള്ളത്? ഈ പുതിയതായിട്ട് കുഞ്ഞുങ്ങൾ വന്നാൽ കൊള്ളാം. കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല രീതിയിൽ നൃത്തമായാലും പാട്ടായാലും അഭിനയമായാലും വളരെ നല്ല രീതിയിലാണ്. പക്ഷെ അവരുടെയൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരൊക്കെ അങ്ങ് നിർത്തുവാണ്. അതെന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. കുറച്ച് പേര് ഇതുമായിട്ട് താരതമ്യം പോകും. പക്ഷേ അത് നിർത്തരുത്. കലാരംഗത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ ഈ കലാരംഗത്ത് വരണം. നമ്മളെ നാട്ടിൽ, പ്രത്യേകിച്ചും എൻ്റെ നാട്ടിൽ ഇങ്ങനെ കലാരംഗത്ത് കുറച്ച് പേര് ഉയർന്നു വന്നാൽ എനിക്ക് കൂടെ അഭിമാനം തന്നെയാണ്. അതിന് ഉദാഹരണമാണ് മുൻകാലത്ത് ഈ പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എൻ്റെ ഗുരുനാഥൻ രാജേന്ദ്രൻ പിള്ള എന്ന് പറയും, അല്ലെങ്കിൽ രാജൻ എന്ന് അറിയപ്പെടുന്ന ആ ഗുരുനാഥനിൽ നിന്നും കുറച്ച് ഡാൻസ് ഒക്കെ അഭ്യസിക്കാനും അദ്ദേഹത്തിൻ്റെ പെങ്ങളിൽ നിന്നും കുറച്ച് ഡാൻസ് അഭ്യസിക്കാനും അത് കഴിഞ്ഞ് ഞാൻ വിവിധ മേഖലയിൽ പുനലൂരും അവിടെയൊക്കെ പോയി കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി ഇതായിട്ട് അങ്ങ് ഉറച്ചു നിൽക്കാമെന്ന്. എന്നിട്ടും ഞാൻ എൻ്റെ ജോലി, എനിക്ക് നിലമേ NSS കോളേജിലെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. 14 വർഷം ടാപ്പിംഗ് ചെയ്തു. ആ ടാപ്പ് ചെയ്യുന്ന കൂട്ടത്തിലും ഞാൻ ടാപ്പിംഗ് മുടക്കാതെ ഈ അടുത്തുള്ള സമിതികളിലൊക്കെ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റബ്ബറിൻ്റെ ചവിട്ടി കിടന്ന് ഉറങ്ങി സൂപ്പറിന് വന്ന് എന്നെ തട്ടി ഉണർത്തേണ്ട ഒരു സാധനം. അപ്പോഴും ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്, പരിപാടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പോലും ഞാൻ പോയതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇവർ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ വെച്ചതിന് ശേഷം പ്രൊഫഷണലായിട്ട് അങ്ങ് ആവാന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് പോയി. ഇന്നിപ്പം നമ്മുടെ കേരളത്തിലെ നൃത്തനാടക സമിതിക്കാർക്കും നാടകക്കാർക്കും ചടയമംഗലം വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അറിയാം. പക്ഷെ ചടയമംഗലത്തുകാർക്ക് കുറച്ച് പേർക്ക് അറിയാം, അവരുടെ പ്രചോദനമുണ്ട്, അറിയത്തില്ല. ചടയമംഗലം വേണുഗോപാൽ എന്നാണ് അറിയപ്പെടുന്നത്. അവർ പറയുന്നത് ഞാൻ ചോദിക്കുന്ന പേയ്മെൻറ്റ് തന്ന് അഡ്വാൻസ് തന്ന് എന്നെ കൊണ്ടുപോകാൻ ഇപ്പോഴും ഉണ്ട്. ഈ അടുത്ത വർഷത്തേക്കും അടുത്ത വർഷത്തേക്കും എന്നെ ഇപ്പോഴേ ബുക്ക് ചെയ്തേക്കുക. ഇനി ഞാൻ ഒരു തീരുമാനം എടുത്തെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബസമിതി 14 വർഷം ഒരു സമിതി നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങും നിന്നിട്ടില്ല, ആരും നിന്നിട്ടില്ല. പണ്ടൊക്കെ ശ്രീഭദ്രയിലൊക്കെ ഓരോരുത്തർ നിന്നിട്ടുണ്ട്. പക്ഷേ 14 വർഷം ഒരാൾ അവൻ കൊളരാമെന്നുകൊണ്ടാണ് ആ കുടുംബത്തിൽ നിൽക്കാൻ 14 വർഷം എൻ്റെ വീട്ടിനെ പോലെ 14 വർഷം അവർ നിർത്താനുള്ള സാഹചര്യം. ഇപ്രാവശ്യം അതിൽ ഞാൻ ചെന്നതിന് ശേഷം മെയിൻ വേഷം എന്ന് പറഞ്ഞാൽ അതിൽ ചെന്നതിന് ശേഷമാണ് എന്നെ ഈ കലാകേരളത്തിൽ ഒരു നടൻ, അല്ലെങ്കിൽ ചടയമംഗലത്ത് തന്നെ കുഞ്ഞയ്യപ്പ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടൻ എന്നുള്ള അഭിമാനത്തോടു കൂടി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത്. പ്രവർത്തിക്കുകയാണോ ഇപ്പോൾ? അതേ ഇതിന് ഇടവേളകളിൽ മറ്റു രംഗങ്ങളിലും ജീവിതമാർഗം തേടി പോകുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പം നിൽക്കുന്ന കലാരംഗം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും 6 മാസവും. പക്ഷെ 6 മാസം നമ്മൾ മെനക്കെട്ടാലും 3 മാസത്തെ പ്രോഗ്രാമേ കാണൂ. അത് കഴിഞ്ഞ് ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഞാൻ നേരത്തെ ടൈൽസിൻ്റെ പണിക്ക് പൊക്കോണ്ടിരുന്നതാണ്. ഇന്ന് മഠത്തിൽ കൺസ്ട്രക്ഷൻ വർക്കിലെ അതിൽ പൊക്കോണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ ഒഴിഞ്ഞു സീസൺ, ഇന്നലെയോട് ചെയിൻ സീസൺ കഴിഞ്ഞു. ഇനി മെയ് 2-ാം തീയതി തൊട്ടേ ഉള്ളൂ അത് തെന്നിയ തീർച്ചയുള്ള പ്രോഗ്രാമേ ഉള്ളൂ. അത് ഇപ്പം ഇന്ന ഇതൊന്നും ഉള്ളതല്ല. ഏത് മൈക്കാട് പണിയെങ്കിൽ മൈക്കാട് പണി, കോൺക്രീറ്റ് എങ്കിൽ കോൺക്രീറ്റ്, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കലാരംഗങ്ങളിൽ നിൽക്കുന്നവരാണ് നാടകരംഗത്തൂടെ സിനിമയിലും സീരിയലിലേക്ക് വരുന്നത്. ആ രംഗങ്ങളിൽ വേണു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രംഗങ്ങളിൽ പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഒരു കാലഘട്ടത്തിൽ സീരിയലിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. ആ സമയത്താണ് സ്വാമിയപ്പൻ സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയും 1994 ഈ തിരുവനന്തപുരം കൈലാസം എന്ന സമിതിയിൽ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കഥ എഴുതിയ വെള്ളനാട് നാരായണ സാറായിരുന്നു അതിൻ്റെ ഉപകഥ. സാറ് തന്നെ എനിക്കില്ല അതിലൊരു വേഷം ചെയ്തു തന്നു. അങ്ങനെ അത് ഈ മാതിരയുടെ വേഷം ചെയ്തു. അത് ഷൂട്ട് കഴിഞ്ഞ ഉടനെ ശ്രീകൃഷ്ണ ലീലയ്ക്കകത്തും നല്ലൊരു വേഷം എന്ന് പറഞ്ഞാൽ ആദ്യവും നല്ല വേഷമല്ലായിരുന്നു. അതാണ് ചടയമംഗലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഞാൻ ആ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചടയമംഗലത്ത് അപ്രത്യക്ഷമായി 3 പേര് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വരാൻ കഴിഞ്ഞു. ഒന്ന് എൻ്റെ അനിയൻ, ഒന്ന് നമ്മുടെ പലാവർത്ത ഉണ്ണിയണ്ണൻ, ഒന്ന് വിദ്യാരായണൻ. ഇവർ 3 പേരും കൂടെ അവരെ വന്നപ്പോഴാണ് ഞാൻ അവിടെ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇരിക്കുമ്പോഴും അപ്പോഴാണ് ആ ക്യാമറാമാൻ്റെ കൂടെ പറഞ്ഞു കൊടുക്കുന്നത് ഇത് ചടയമംഗലത്ത് എൻ്റെ ഇന്നാരാണെന്ന് പറയും. ഉടനെ ആ ക്യാമറാമാൻ എന്നെ ശ്രദ്ധിച്ചെന്നുള്ളതാണ്. കുറച്ച് ഡയലോഗും കൂടെ തന്ന് നല്ല രീതിയിൽ അത് ഭംഗിയാക്കാൻ കഴിഞ്ഞു. അത് ചടയമംഗലത്തിൻ്റെ ഒരു പ്രത്യേക കാര്യം. നമ്മൾ എവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും അതിനൊരു റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പം സീരിയലിൽ തന്നെ ഇപ്പോൾ എന്നെ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ എൻ്റെ കൂടെ അത് നിങ്ങളോട് പറയുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. കാര്യം ഞാൻ നിലമേ കോളേജിൽ ടാപ്പിംഗ് ചെയ്ത് വന്ന സമയത്ത് ഒരു സമയത്ത് നാടകം എടുക്കുമായിരുന്നു. ഞങ്ങളവിടെ ഈ ക്ലബ്ബിൽ ഓണാഘോഷമൊക്കെ വരുമ്പോൾ ഭയങ്കരമായ നാടകങ്ങളും ഡാൻസും അതും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുമായിരുന്നു. ആ ചെയ്ത കൂട്ടത്തിൽ ഞങ്ങൾ 4 പേര്, അത് എൻ്റെ സഹോദരന്മാർ 3 പേരും, അതുപോലെ ഇന്ന് SI ആയിട്ടിരിക്കുന്ന മുരഹരി, അത് കഴിഞ്ഞ് അജയ് ഘോഷ്, അത് കഴിഞ്ഞ് എൻ്റെ ചിറ്റപ്പൻ്റെ മോൻ സജി, ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു നാടകം എടുത്തു. ആ നാടകം എടുത്ത് നമ്മുടെ നിർഭാഗ്യവശാൽ അന്ന് നമ്മുടെ KPSC ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഇന്ന് ഉപ്പുമുളകും സംവിധാനം ചെയ്ത ഉണ്ണിയണ്ണൻ അവിടെ വരികയും അത് കാണുകയും ചെയ്തു. ഉണ്ണിയണ്ണൻ തന്നെ ഞെട്ടിപ്പോയി. നിങ്ങൾ 4 പേരും ഇത്രയും കലാകാരന്മാരാണെന്ന് ഞാനിത് അറിഞ്ഞില്ല. നമുക്കിവിടെ ഒരു നാടക പഠന കളരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അണ്ണാ എനിക്ക് സമയമില്ല, ഞാനിങ്ങനെ നിർബന്ധപൂർവ്വം ഒരു വലിയ സംഗീത നാടക അക്കാദമിയുടെ അഭിലേഷനോട് കൂടി നാട്യഗ്രാമം എന്ന നാമകരണത്തിൽ വലിയ ഒരു നാടക പഠന കളരി എനിക്കുള്ള പുരയിടത്തിൽ ഇടുകയും ഇട്ട് കുറച്ച് നാൾ അതിൽ നാടക പഠന പരിശീലനവും അത് കഴിഞ്ഞ് നൃത്ത അഭ്യാസ പരിശീലനവും ഒക്കെ കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞു. എന്നിട്ട് പോലും നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ആ ഉണ്ണിയണ്ണനും ഞാനും ഇന്ന് അന്ന് നല്ലൊരു സുഹൃത്ത് ബന്ധം. എൻ്റെ ജ്യേഷ്ഠനാണ്, സുഹൃത്ത് ബന്ധം. ഞാൻ എന്നിട്ട് കളിയാക്കി പറയായിരുന്നു, അണ്ണാ എനിക്കൊരു ക്ലോസപ്പ് ഫോട്ടോ, അതായത് സീരിയൽ നിർമ്മിക്കുമ്പോൾ എനിക്കൊരു ക്ലോസപ്പ് ഫോട്ടോ തരണേന്ന്. തരാം എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പം നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിലായാലും കേരളത്തിൽ പുറത്തായാലും അറിയപ്പെടുന്ന ഒരു ചാനൽ ഇതിൽ നമ്മുടെ അടുത്ത ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ നമ്മളെ കുറച്ച് പേരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയതന്നെയാണ്. കുറച്ച് പേരെ. കാര്യം ഞാനും ആ ഉണ്ണിയണ്ണനും അത്ര ബന്ധമായിരുന്നു. അത്ര ബന്ധം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. സ്വന്തം തള്ള വന്ന് എൻ്റെ കൂടെ ചോദിച്ചു, നിനക്കും അവന് ഭ്രാന്താണോ എന്ന് വരെ ചോദിച്ചിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അതാണ് വിഷമം. പിന്നെ നമ്മളെ ഇവിടെ തന്നെ ഇപ്പം അണ്ണ നേരത്തെ ചോദിച്ചില്ലേ, ഈ കുട്ടികൾ ഈ കലാരംഗത്തോട്ട് വരുന്നതിന് വല്ല ഇതുണ്ടോ എന്ന് ചോദിച്ചില്ലേ. അത് പ്രോത്സാഹനം ആണ് ആവശ്യം. ഇപ്പം ഞാൻ തന്നെ ഒരു സീരിയൽ മേഖലയിലോ അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് അവർക്ക് ഇച്ചിരി കുറച്ച് നമ്മളെ കൂടെ സീനിയാരിറ്റി ഉള്ളവരോ ഒരു പ്രോത്സാഹനം തന്നാൽ നമുക്ക് കുറച്ചുകൂടെ കയറാൻ പറ്റും. ഞാൻ ഈ നൃത്തനാടകം ഒരു പ്രതിജ്ഞ ആയിട്ടാണ്. എനിക്ക് 3 മേഖലയിലേ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഒരു ടാപ്പിംഗ് തൊഴിലാളി, റബ്ബർ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി റബ്ബറിൻ്റെ ABCD Z വരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞാൻ റബ്ബർ വെട്ടാൻ പോയത്. നൃത്തനാടകത്തിൽ ഇന്ന് അതിൻ്റെ A-കോൺ B-കോൺ എന്ന് പറയുന്ന കണക്ക് നൃത്തനാടകത്തിൽ സ്റ്റേജിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ പെർഫോമൻസ് ചെയ്യണമെന്നുള്ളത് അത് കുറേ വിവിധ സംവിധായകരിൽ നിന്നുള്ള അറിവ് കൊണ്ട് എനിക്കറിയാൻ കഴിഞ്ഞു. കവടിയാർ സുരേഷ്, അന്ന് ആ കാലഘട്ടത്തിൽ കവടിയാർ സുരേഷ് എന്ന് പറയുന്ന നൃത്തനാടകത്തിലെ പ്രഗത്ഭനായിരുന്നു സംവിധാന രംഗത്ത്. പിന്നെ നമ്മുടെ ഇന്ന് കേരളത്തിൽ നൃത്തനാടകത്തിൽ രാജേഷ് കളം എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വളരെ സംസ്ഥാന സർക്കാരിൻ്റെ 3-4 അവാർഡ് മേടിച്ച ആൾ, 3 സിനിമ ചെയ്ത ആൾ. ഇപ്പോൾ അവസാനം നുണ എന്ന് പറയുന്ന സിനിമ അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. പിന്നെ അണ്ണൻ പറഞ്ഞ കണക്ക് ഈ പിള്ളേർ ഇതിൽ വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾ ഇന്നും കാര്യം പൊതുജനങ്ങൾ കാണുന്നത് നമ്മളിപ്പം 100 പേർ ഒരു വേദികളിലല്ല, ഒരു സ്ക്രീനിൽ കൂടെയാണ് കാണാൻ. എൻ്റെ മക്കളെ ആയാലും എനിക്കും താല്പര്യം അങ്ങനെ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഇതിൽ വരാൻ ചിലർ മടിക്കും. കൂടുതലും സിനിമ സീരിയൽ അങ്ങനെ വരാനാണ് താല്പര്യം. കാര്യം അങ്ങനെയാണല്ലോ. വരും നാളുകളിൽ നമ്മുടെ നാടിൻ്റെ തിലകക്കുറിയായി മാറുവാൻ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും കലയുടെ വിവിധ മേഖലകളിൽ വേണു നിറഞ്ഞു നിൽക്കട്ടെ എന്ന് സാക്ഷി ടീമിന് വേണ്ടി ആശംസിക്കുന്നു. ഈ സാക്ഷി TVക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ഇത്രയും നേരം എന്നെ ഇതുപോലെ ഒരു അഭിമുഖത്തിൽ ക്ഷണിച്ച് വളരെ സന്തോഷം. കാര്യം നമ്മുടെ നാട്ടിലെ ഒരു കലാകാരനെ ഇങ്ങനെ ഉള്ള
സോഷ്യൽ മീഡിയക്കാർ നേരിട്ട് വന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെ. ഇത് തന്നെയാണ് ഒരു പ്രചോദനം. ഇത് തന്നെ സാക്ഷി TV ഇങ്ങനെ കാണിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വിവിധ മേഖലയിലുള്ള ഇതുപോലെ കലാരംഗത്തും ഒക്കെ നിൽക്കുന്നവരെ സാക്ഷി TV കൂടെ നമ്മുടെ ചടയമംഗലത്തും പൊതുജനങ്ങളുടെ മുമ്പിലും ഒക്കെ അറിയാൻ ഇടവരട്ടെ എന്ന്